നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനയായ അമേരിക്കൻ എയർഫോഴ്സിന് ചരിത്രത്തിലാദ്യമായി ഒരു വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ളതും തന്ത്രപ്രധാനവുമായ E-3 സെൻട്രി എന്ന അവാക്സ് വിമാനം ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നു. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇറാൻ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് ഈ വമ്പൻ വിമാനം തകർന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ വിമാനത്തിന്റെ നഷ്ടം അമേരിക്കയെ ഇത്രത്തോളം തളർത്തുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് നോക്കാം. വെറുമൊരു യുദ്ധ വിമാനമല്ല E-3 സെൻട്രി. ഇതൊരു പറക്കും റഡാറാണ്. വിമാനത്തിന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള കൂറ്റൻ റഡാർ ഉപയോഗിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും കണ്ടെത്താൻ ഇതിന് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആകാശത്തെ ഒരു കൺട്രോൾ ടവർ പോലെയാണിത് പ്രവർത്തിക്കുന്നത്. ഏകദേശം $500 മില്യൺ വിലമതിക്കുന്ന ഈ വിമാനം തകരുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ ആത്മവീര്യത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. 1970കളിൽ സർവീസിൽ കയറിയ ഈ വിമാനം ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ശത്രു ആക്രമണത്തിൽ തകർന്നിട്ടില്ല എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. മാർച്ച് 27 പുലർച്ചെയാണ് സൗദി അറേബ്യയിലെ സൈനിക താവളത്തിനു നേരെ ആക്രമണം ഉണ്ടായത്. ഇറാന്റെ ഭാഗത്തുനിന്നും തൊടുത്തുവിട്ട നൂതനമായ മിസൈലുകളും ചാവേർ ഡ്രോണുകളും അമേരിക്കയുടെ പ്രതിരോധ നിരയെ ഭേദിച്ച് താവളത്തിനുള്ളിൽ പതിക്കുകയായിരുന്നു. റൺവേയിൽ പാർക്ക് ചെയ്തിരുന്ന E-3 വിമാനത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ ഏതാനും KC-135 റീഫ്യൂവലിംഗ് വിമാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ 10ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ആ മേഖലയിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾക്കിടയിലാണ് ഈ സംഭവം എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ അജയ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇത്രയും സുരക്ഷയുള്ള ഒരു സൈനിക താവളത്തിൽ കടന്നുകയറി ഇത്ര വലിയൊരു വിമാനം നശിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഈ വിമാനത്തിന്റെ അഭാവം വരും ദിവസങ്ങളിൽ ആ മേഖലയിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട്. ഇതിന് പകരമായി അമേരിക്ക എന്ത് തിരിച്ചടിയാണ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധ സാഹചര്യം വരും ദിവസങ്ങളിൽ എങ്ങോട്ട് തിരിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.